അതുല്യനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ ക്രിസ്തീയ അഭിവാദ്യങ്ങൾ ഇന്ന് പ്രഭാതത്തിൽ അറിയിക്കുന്നു. I greet each one of you in the matchless name of our Lord and Savior Jesus Christ today. കഴിഞ്ഞ 2 രാത്രിയിൽ നിങ്ങളോട് ചേർന്ന് കർത്താവിന്റെ വചനം പങ്കിടുവാൻ ലഭിച്ചത് എൻ്റെ ജീവിതത്തിലെ ഒരു അനുഗ്രഹമായി ഞാൻ കണക്കാക്കുന്നു. I consider it as a great blessing that I could impart the word to you in the past 2 days meetings. ഞാൻ ജ്യേഷ്ഠ തുല്യം സ്നേഹിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ മാത്യൂസ് ജോർജിനെ കുടുംബമായിട്ട് ഞാൻ വന്ദനം ചെയ്യുന്നു. ആ ഭവനത്തിൽ കഴിഞ്ഞ ചില ദിവസങ്ങൾ പാർത്തുകൊണ്ട് ഇവിടുത്തെ ആത്മീക ശുശ്രൂഷയിൽ സംബന്ധിപ്പാൻ കർത്താവ് ഇടയാക്കിയല്ലോ. പ്രിയ കുടുംബത്തെ കർത്താവ് ആശീർവദിക്കട്ടെ. I greet Pastor Matthews George and family, whom I consider as my brother, and I could stay with him in the past days along with him in the house. ബന്ധങ്ങൾ വളരെ സൂക്ഷിപ്പാൻ കഴിവുള്ള അനുഗ്രഹിതനായ ദൈവദാസനാണ് പാസ്റ്റർ മാത്യൂസ് ജോർജ്. He's a person who can keep the relationship, I believe. വളരെ ആഴമായി തനിക്ക് പരിചയമുള്ളവരെ നിഷ്പക്ഷമായിട്ട് സ്നേഹിപ്പാനുള്ളൊരു കൃപ ലഭിച്ചിട്ടുള്ള കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. I praise the Lord for his love to the other people without any partiality. സമയപരിമിതി നമ്മുടെ നടുവിലുള്ളത് കൊണ്ട് വേഗത്തിൽ കർത്താവിൻ്റെ ഹൃദയത്തിൽ നൽകിയ ഒരു ചിന്തയിലേക്ക് പോവുകയാണ്. Because of the time constraint, I would like to rush to the word of God and to conclude soon. സഭയുടെ ഭാഗമായി ആയിരിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. കർത്താവ് നിങ്ങൾ എല്ലാവരെയും ആശീർവദിക്കട്ടെ. I am so glad to be a part of this church in these services, and I greet each one of you and give glory to the Lord. വളരെ വേഗത്തിലായിരിക്കും ഇന്നത്തെ ശുശ്രൂഷ പോകുന്നത്. Today's service, or rather sermon, will be very quick because of the time. അതേ വേഗതയിൽ നിങ്ങൾ എന്നോടൊപ്പം വരണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. I request everyone to come quickly along with me for this message. വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു വേദഭാഗം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. I would like to bring your attention to a very familiar passage from the word of God. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 5-ാമത്തെ വേദഭാഗമാണ് ഇന്നത്തെ നമ്മുടെ ആ പ്രസംഗത്തിന്റെ പ്രമേയം. Today's message core is going to be from John chapter 11, the gospel according to John chapter 11 verse 5. 11:5 ഇങ്ങനെ വായിക്കുന്നു. യേശു മാർത്തയെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചു. Now Jesus loved Martha and her sister and Lazarus. കഴിഞ്ഞ 2 രാത്രിയിൽ നാം ചിന്തിച്ചത് കർത്താവിനെ നാം എങ്ങനെ സ്നേഹിക്കണമെന്ന്. The last 2 days we were meditating on that, how to love God. ഇന്ന് വൈകിയ സമയം നമ്മൾ ചിന്തിക്കുന്നത് കർത്താവിൻ്റെ സ്നേഹം നമ്മോടുള്ള ബന്ധത്തിൽ എങ്ങനെയാണ്. Today we are going to meditate on that, how the love towards us, the love of Lord Jesus Christ. പ്രധാനമായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് കർത്താവിൻ്റെ സ്നേഹം പ്രാപിപ്പാൻ ഞാൻ യോഗ്യനാണോ. The primary thing I want to bring your attention to is that, am I eligible to receive the love of God? ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുക ദൈവസ്നേഹം പ്രാപിപ്പാൻ യോഗ്യത വേണോ. Sometimes you may think that do we require any qualification to receive the love of God? അഗാപ്പെ എന്ന് പറയുന്ന പദം അൺകണ്ടീഷണൽ ലവ് എന്നല്ലേ. It is mentioned that unconditional love, the word is agape, is it not? ഒരു കണ്ടീഷനും ഇല്ലാതെ സ്നേഹിക്കുന്നവനല്ലേ നമ്മുടെ ദൈവം. Isn't the Lord the one who loves without any conditions? അങ്ങനെ വരുമ്പോൾ ആ സ്നേഹം പ്രാപിപ്പാൻ എനിക്ക് യോഗ്യത വേണോ. So if that's so, do I require to have a qualification to receive that? വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ട ചില വേദഭാഗങ്ങളിലേക്കാണ് നമ്മൾ ഒരുമിച്ച് പോകുന്നത്. We are going to walk through, or rather together, through certain verses which take us into deep roots of it. അതിനു മുന്നേ വലതുകരം ഉയർത്തി കർത്താവിന് ചേർന്ന് ഒരു മഹത്വം കൊടുത്ത് എല്ലാവരും Before that, let's lift our right hands and praise the Lord. Hallelujah. നമ്മുടെ ആരാധനയെ വിശേഷതയുള്ളതാക്കി തീർക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യമാണ്. The worship service which we attend is special because the presence of the Lord. ദൈവ സാന്നിധ്യമില്ലെങ്കിൽ ഇത് ഒരു കേവലം യോഗമാണ്, കൂടിവരവാണ്, ഇത് ആരാധനയായി മാറുന്നില്ല. It will be just a meeting if the Lord's presence is not there. ഒരുപക്ഷെ നല്ല പാട്ട് ഇവിടെ പാടിയെന്ന് വരാം, നല്ല പ്രഭാഷണം ഇവിടെ നടന്നെന്ന് വരാം, ഇവിടുത്തെ ക്രമീകരണങ്ങളെല്ലാം വളരെ ക്രമീകൃതമായി അതതിൻ്റെ നിലയിൽ ഇവിടെ ചെയ്തുവെന്ന് വരാം. എങ്കിലും ഇന്ന് രാത്രിയിൽ നമ്മുടെ ആരാധന അനുഗ്രഹമാകണമെങ്കിൽ
ആണെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ നടുവിൽ ഉണ്ടാകും. Sometimes there may be good songs, there might be good messages, sometimes there might be good order of service, but if the Lord's presence is not there, it is nothing but vain. എത്ര പേര് ഇന്ന് വൈകിയ സമയം വിശ്വസിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്? How many of you believe that the Lord's presence is there among us? ഈ കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞു ഇവിടെയും അവിടെയും എവിടെയുള്ള വിശുദ്ധന്മാരെന്ന് പറഞ്ഞു. And when it was written about the epistle according to Paul to Corinth, it was mentioned that here, there, and elsewhere, everywhere. നിങ്ങളെ കാണും എനിക്ക് അങ്ങനെയാ തോന്നുന്നത്, ഇവിടെയും അവിടെയും എവിടെയുമാണ് ആൾക്കാർ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. When I look to the congregation, I can see that here, there, and everywhere. എന്നാൽ എവിടെ ഇരുന്നാൽ ഈ ശബ്ദം നിങ്ങളുടെ കാതുകളിൽ ഇന്ന് എത്തുന്നെങ്കിൽ കർത്താവിന് നന്ദി പറയണം, എന്നെ ഇന്ന് കൊണ്ടുവന്നത് ദൈവ സാന്നിധ്യത്തിലാണ്. But wherever you sit today, when you receive the word of God, you should think and say that the Lord has brought me to this place. ദൈവ മക്കളെ നമുക്ക് മൂന്നായിട്ട് തരം തിരിച്ചു പഠിക്കാം. We can categorize the children of God into 3 different groups. അതിൽ 60% വരുന്ന ദൈവമക്കൾ, among them the 60% of that, വളരെ സങ്കടത്തോടെ പറഞ്ഞാൽ അവർ ആരാധനയിൽ വരും, പക്ഷെ ദൈവ സാന്നിധ്യവുമായി അവർക്കൊരു ബന്ധവുമില്ല. they come to the congregation or they attend the congregation, but they don't have any connection with God. അവർ നന്നായി പാടും, ആരാധിക്കും, സ്തോത്ര കാഴ്ചയിടും, സ്തോത്രം പറയും, പക്ഷെ ദൈവ സാന്നിധ്യവുമായി അവർക്ക് ബന്ധമില്ല. They will sing very nicely, they will clap their hands, and they put offertory, but they will not have any connection with the Lord. ദൈവ സാന്നിധ്യം നമ്മുടെ നടുവിൽ ഇല്ലാഞ്ഞിട്ടല്ല, ദൈവ സാന്നിധ്യം തൊട്ടറിയാൻ എനിക്ക് കഴിയുന്നില്ല. It's not because that the Lord's presence is not there, but they cannot personally experience the touch of the Lord. ഒരിക്കൽ യാക്കോബ് അപ്പന്റെ ഭവനത്തിൽ നിന്ന് അമ്മായിയച്ഛന്റെ ഭവനത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ Once Jacob was traveling from his father's house to the would-be father-in-law's house. ഒരു പ്രത്യേക സ്ഥലത്തെത്തിയപ്പോൾ യാക്കോബിന് ഉറക്കം വന്നു. At one place when he reached that particular place, he became weak and weary, and he felt sleepiness. അവന് മനോഹരമായ ഒരു കല്ല് തലയണയായി എടുത്തു വെച്ച് നന്നായി അന്ന് രാത്രി ഉറങ്ങിയെന്നാണ് He തിരുവചനം. kept a stone and put it as his pillow, and he slept very പക്ഷെങ്കിൽ ആ nicely. ഉറക്കത്തിൽ സംഭവിച്ചത് മനോഹരമായ ഒരു സ്വപ്നം യാക്കോബ് But കാണുകയാണ്. in that sleep, he could feel or experience a special dream. ആ സ്വപ്നത്തെ തിരുവചനം വിശദീകരിക്കുന്നത് ഭൂമിയിൽ നിന്ന് ആകാശത്തോളം സ്വർഗത്തോളം എത്തുന്ന ഒരു കോവേണി. That dream, it explains about the ladder which reaches to the heavens. ദൈവത്തിന്റെ ദൂതന്മാർ ആ കോവേണിയിലൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. We can see that the angels are ascending and descending from heaven. ഈ സ്വപ്നം കാണുക മാത്രമല്ല, ഈ സ്വപ്നത്തിൽ എപ്പോഴോ ദൈവത്തിന്റെ വാഗ്ദത്തവും അവൻ പ്രാപിച്ചു. Even though he saw the dream, but more than that, he could receive the promise of the Lord in the midst of the dream. തനി മലയാളം ഭാഷയിൽ പറഞ്ഞ കിടിലം കൊള്ളുന്നൊരു ദൂതാണ് അവൻ പ്രാപിക്കുന്നത്. നിന്റെ പേര് ഞാൻ വലുതാക്കും, നിന്നെ ഒരു ജാതിയാക്കും. In our colloquial style, we can say that is a fantastic promise that his name will be elaborated, or rather made greater. നല്ല സ്വപ്നവും നല്ല ദൂതും കേട്ട് കണ്ണു തുറന്ന സൂര്യൻ അപ്പോഴേക്ക് ഉദിച്ചുവെന്ന് ബൈബിൾ പറയുന്നു. അവിടെ വെച്ച് യാക്കോബ് പറയുന്നൊരു കാര്യമുണ്ട്, യഹോവ ഇവിടെ ഉണ്ട് സത്യം, പക്ഷെങ്കിൽ ഞാൻ അതറിഞ്ഞില്ല. We can see that he has seen a beautiful dream, and which was just abruptly, or rather it ended quickly, and he saw that the sun is risen, and he said this word, that the Lord is there in this place. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? യഹോവ ഇവിടെ ഉണ്ടായിരുന്നു സത്യം, പക്ഷെങ്കിൽ ഞാൻ അതറിഞ്ഞില്ലെന്ന്. It is most important that the Lord's presence was there, but I never felt, I didn't know that. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്നവരോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നത്, നീ ഇവിടെ ഇരിക്കുമ്പോൾ ദൈവ സാന്നിധ്യമുണ്ട്, അത് നീ അറിയാതെ ആശീർവാദം കഴിഞ്ഞ് ഭവനത്തിൽ പോകരുത്. This afternoon I want to emphasize that the Lord's presence is there in our midst, but you should not feel ashamed that the Lord's presence, you could not feel it. ഇന്ന് വിശ്വസിച്ചുകൊണ്ട് പറയണം, യഹോവ എന്റെ നടുവിലുണ്ട്, അത് ഞാൻ അറിയാതെ പോവുകയില്ല. അവന്റെ സാന്നിധ്യം അനുഭവിച്ചു മാത്രമേ ഈ ആരാധന ഹോള് വിട്ട് ഞാൻ മടങ്ങി പോകുകയുള്ളൂ. അവൻ തേജോമയനായ ദൈവമാണ്, അവന് നിറഞ്ഞ സാന്നിധ്യമാണ് ഈ ആരാധനയിൽ വിശേഷത ഉള്ളതാക്കി മാറ്റുന്നത്. അവൻ ഇന്ന് നമ്മുടെ നടുവിൽ നടക്കുകയാണ്. You should say it with faith that the presence of the Lord is there in our midst, and before I leave this place, I will receive the promise, and I
I will go with faith and trust and the answer to the prayer. മറ്റൊരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് അവർക്ക് ദൈവ സാന്നിധ്യം അനുഭവിക്കണമെങ്കിൽ ആത്മീക കൂട്ടായ്മകൾ വേണം. Another group is that if they need to experience the presence of the Lord, they need to have a spiritual fellowship with others. അവർ കഷ്ടി ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നത് യോഗങ്ങളിൽ വരുമ്പോൾ മാത്രമേ ഉള്ളൂ. This group, they will experience the presence of the Lord only in the fellowships, or rather in the meetings. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും ആശീർവാദമല്ല, ആരും എഴുന്നേറ്റ് പോകരുത്. ആശീർവാദം കഴിഞ്ഞ് പരിശുദ്ധാത്മാവിന്റെ സഹവാസം കൂട്ടായ്മ കാവലും നമ്മളുടെ ഏവരോടും കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ എന്ന് പറയുമ്പോൾ അവർ ദൈവ സന്നിധിയിൽ നിന്ന് ഠേയാകുക. When the benediction words, it is not saying now, but when the pastor says, may the love of the Father, the grace of our Lord, and the fellowship of the Holy Ghost be with us and forever. At that moment, till the moment he is experiencing the presence of the Lord, and afterwards there is no fellowship with God. അവർക്ക് ദൈവവുമായിട്ടുള്ള ബന്ധം ആശീർവാദം പറയുന്നത് വരേ ഉള്ളൂ. To some group, the presence of the Lord is being felt only till the benediction time. അങ്ങനെ ഉള്ളവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. ആശീർവാദം കഴിഞ്ഞ് അടുത്ത യോഗം വരെ അവർ ദൈവവുമായിട്ട് ഒരു ബന്ധവും അവർക്കില്ല. Such group is widely, or rather they are vastly becoming big, and that is getting bigger, that they don't have any connection between God other than fellowship. എന്നാൽ എൻ്റെ പ്രാർത്ഥന ഇന്ന് വൈകിയ സമയം ഈ രണ്ട് ഗ്രൂപ്പിലുമുള്ളവർ ഇവിടെ ഉണ്ടാകരുത്. മറ്റൊരു മൂന്നാമത്തെ ഗ്രൂപ്പ് ഉണ്ട്. അവർക്കൊരു യോഗം വേണമെന്നില്ല ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ. അവരെ സന്തോഷിക്കുമ്പോഴും അവരെ ദുഃഖിക്കുമ്പോഴും അവർ ഉയർത്തപ്പെടുമ്പോഴും അവർ താഴ്ത്തപ്പെടുമ്പോഴും അവർ രോഗമുള്ളപ്പോഴും സൗഖ്യമുള്ളപ്പോഴും ഉയർച്ചയുള്ളപ്പോഴും താഴ്ചയുള്ളപ്പോഴും തലമുറകൾ വേദനയിലാകുമ്പോഴും ജീവിതത്തിലെ ഏത് മേഖലയിലും കയ്പുള്ളപ്പോഴും മധുരമുള്ളപ്പോഴും അവരനുഭവിക്കുന്ന ഒന്നുണ്ട്, അത് ദൈവ സാന്നിധ്യമാണ്. അങ്ങനെ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന വിശുദ്ധന്മാർ ഇന്ന് വൈകിയ സമയം ദൈവത്തെ ചേർന്ന് ആരാധിക്കട്ടെ. അവന്റെ സാന്നിധ്യമാണ് നമ്മുടെ യോഗങ്ങളിൽ അത് വിശേഷതയുള്ളതായി തീരുന്നത്. But there is another group which is most important, that even if they don't have any kind of financial benefits or any kind of positive things in their life, whether it is good or bad, whether it is bitter or sweet, whether it is great or small, in whatever may the conditions they go through, they always feel the presence of the Lord, and they remain faithful to the Lord in every seasons. And that children of God has to live more and more in connection with the Lord all the time, and when they leave here, they will dwell in Lord's presence. ദൈവത്തിന്റെ സാന്നിധ്യ പെട്ടകത്തിനകത്ത് വ്യാപരിച്ചപ്പോൾ പുരോഹിതന്മാർ പെട്ടകം ചുമന്ന് യോർദാന്റെ അടുക്കലേക്ക് വരികയാണ്. അവർക്ക് കടന്നു പോകുവാൻ യോർദാൻ അനുവദിക്കാതിരിക്കുന്നു. അവിടെ ഒരു പദം ഇങ്ങനെ രേഖപ്പെടുത്തുന്നു, ആ പെട്ടകത്തിനകത്തേക്ക് ദൈവ സാന്നിധ്യം ഇറങ്ങി വന്നപ്പോൾ അവരുടെ മുന്നിലുള്ള യോർദാന്റെ തടസ്സങ്ങളെ പരിശുദ്ധാത്മാവ് കൈകാര്യം ചെയ്തെങ്കിൽ ഇന്ന് പകൽ ആത്മാവ് ദൈവ സഭയോട് ആലോചന പറയുകയാണ്. നിന്റെ മുന്നിലുള്ള യോർദാനെ, നിന്റെ മുന്നിലുള്ള ചെങ്കടലിനെ ദൈവ സാന്നിധ്യം വ്യാപരിക്കുമ്പോൾ സ്വർഗം കൈകാര്യം ചെയ്യുമെങ്കിൽ നമുക്ക് വേണ്ടത് അവന്റെ സാന്നിധ്യമാണ്. Amen. You know the Old Testament time that the people, they were having the presence of the Lord in the ark of the Lord, and when the ark of the Lord touched, the people who were bearing it touched the Jordan, that hindrance, that particular Jordan river parted, and the people could walk smoothly with the presence of the Lord in the midst of that trouble. തുറക്കില്ല എന്ന് പറയുന്ന ചില വാതിലുകൾ യേശുവിന്റെ നാമത്തിൽ ദൈവ സാന്നിധ്യം വ്യാപരിക്കുമ്പോൾ അത് തുറന്നു വരുമെന്ന് ആത്മാവ് ഇടപെടുകയാണ്. ചിലരോട് വ്യക്തിപരമായി ആത്മാവെന്ന് സംസാരിക്കുന്നു. നിന്റെ ജീവിതത്തിൽ നിന്നെ ഉടയ്ക്കുന്ന, നിന്നെ മുന്നോട്ട് വിടാത്ത, നിന്നെ കെട്ടിയിട്ടിരിക്കുന്ന ചില മേഖലകളുടെ മേൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് വൈകിയ സമയം അത് വ്യാപരിക്കുകയാണ്. അതെന്തിനാണെന്നറിയാമോ? ഇന്നലകളിൽ വഴി മുടങ്ങിയ ചിലതിനെ സ്വർഗത്തിലെ ദൈവം അത് അറസ്റ്റ് ചെയ്യുകയാണ്, അത് തുറക്കുകയാണ്. When there are the powers of certain doors which are closed before you, they are saying that they are claiming that I will not open ways before you. But when the power of the Lord reaches there, that doors which are closed will be open for you, and the Lord will lead you to new places, new heights, and there are going to be certain openings for you in the days.
വിശ്വസിക്കുന്നവരൊക്കെ കരങ്ങൾ ഉയർത്തി സ്തോത്രം പറഞ്ഞേ. Let's praise the Lord, those who believe that words. ഈ Hallelujah. ദൈവത്തിന്റെ വചനം നിന്റെ കാതുകളിൽ വരുമ്പോൾ നീ ആമേൻ പറയണം, ആമേൻ പറയണം. If these words are coming to your ears, say amen to the Lord. നിന്റെ മുന്നിലുള്ള ഏത് വലിയ യോർദാൻ ആണെങ്കിലും അവന്റെ സാന്നിധ്യം വ്യാപരിച്ചാൽ അത് വഴിമാറി കൊടുക്കും. ദൈവ സാന്നിധ്യം വെളിപ്പെട്ടാൽ ഏത് ബന്ധനവും അഴിയും. ഇന്ന് പകൽ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ ദൂത് ഏറ്റെടുക്ക്. യോഗം കഴിഞ്ഞ് പോകുമ്പോൾ ദൈവ സാന്നിധ്യം മുടങ്ങിയിരിക്കുന്ന വഴികളെ തുറക്കുകയാണ്. Let it be like Jordan. The problems may be big or bigger, but the Lord will remove that hindrance. And before this meeting is finished, or when you are going, you will see the miracle of the Lord. 8 നിലകളിലാണ് ദൈവ സാന്നിധ്യം വ്യാപരിക്കുന്നത്. The presence of the Lord, touches us in 8 different ways. ഞാൻ വേഗത്തിൽ പറയുമ്പോൾ നോട്ട് ചെയ്യാനുള്ളവരൊക്കെ നോട്ട് ചെയ്ത് ആമേൻ പറഞ്ഞു. പറയുന്നത് സങ്കീർത്തനം 23:4 പറയുന്നു, കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല, അവൻ എന്നോട് കൂടെ ഇരിക്കുന്നു. Firstly, we can see in Psalm 23 verse 4 that even though I have to walk through the valley of the shadow of death, the Lord is with me. His presence is with me. അതിന്റെ യഥാർത്ഥ ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, മരണ നിഴലിൻ താഴ്വരയിൽ കൂടി കടന്നു പോകുമ്പോഴും ഞാൻ ഭയപ്പെടാതിരിക്കുന്നത്, എന്നെ അപ്രസരം ഭയപ്പെടുത്താത്തത് മറ്റൊന്നും കൊണ്ടല്ല, എന്റെ പ്രിയപ്പെട്ടവർ എന്നോടൊപ്പമില്ല, എന്നെ സഹായിക്കാന്ന് പറയുന്ന കരം ഇവിടെ ചലിക്കുന്നില്ല എന്ന തിരുവചനം പറയുന്നു. അവൻ എന്നോടുകൂടെ ഇരിക്കുന്നു. ഇന്ന് പകൽ ദൂതേറ്റെടുക്ക്. ഏത് പ്രശ്നമാണെങ്കിലും, ഏത് അന്ധകാരമാണെങ്കിലും, ഏത് കൂരിരുളിന്റെ താഴ്വരയാണെങ്കിലും അവൻ നിന്നെ കൈവിടുന്നില്ല. അവന്റെ സാന്നിധ്യം ഏത് താഴ്വരയിലും ഇറങ്ങി വരും. Amen. The right translation is mentioned in English that it's not just the shadow of darkness, but it's the shadow of the valley of the shadow of the death. Even though your parents or your dear ones, they don't come close to you in that situations, the Lord's presence will lead you through such kind of dangerous situations. നിങ്ങളിപ്പോൾ ഏത് സാഹചര്യത്തിലൂടെ പോകുന്നുവെന്ന് ഞാൻ അറിയുന്നില്ല, എന്നാൽ ആത്മാവ് നടപടുകയാണ്. ഏത് സാഹചര്യത്തിലാണെങ്കിലും നീ ഇവിടെ ഇരുന്ന് കൈയടിക്കുമ്പോഴും നീറുന്ന വേദന നിന്റെ ജീവിതത്തിലുണ്ട്. നീ സ്തോത്രം ചെയ്യുമ്പോഴും തുറക്കാത്ത ചില വാതിലുകളുണ്ട്. നീ ഇന്ന് ദൈവത്തിന് നന്ദി പറയുമ്പോൾ ചില മേഖലകൾ ഉടഞ്ഞു കിടക്കുന്നു എന്ന് ആത്മാവെന്ന് പറയുന്നു. അവൻ ഇറങ്ങി വരും, അവൻ ഇറങ്ങി വരും. അവന്റെ സാന്നിധ്യമാണ് എത്ര വലിയ കൂരിരുൾ താഴ്വരയിലും നമ്മെ വിടുവിക്കുന്നത്. Amen. I don't know what kind of situation you are going through. You might be in a very critical situation in your life, but the Lord who knows about it, He will come close to you and He will deliver you from that particular situation and He will lead you victoriously. ഒന്ന് ദൈവ സാന്നിധ്യം കൂടെ ഇരിക്കുന്ന ദൈവ സാന്നിധ്യമാണ്. The first presence of the Lord is the one which is with you, the one who is always dwelling with you. യെശയ്യാവ് 45:2 രണ്ടാമത്തെ വിഷയം പറയുന്നു, ഞാൻ നിനക്ക് മുൻപായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളയും. The second presence of the Lord is explained in Isaiah chapter 45 verse 2 that I will go before thee and make crooked places straight. I will break in pieces the gates of brass and cut in sunder the bars of iron. അപ്പോൾ ദൈവ സാന്നിധ്യം കേവലം കൂടെ ഏത് താമ്ര കതകുകളും അത് ഉടഞ്ഞു മാറും. എത്ര വലിയ പോരാട്ടവും മാറിക്കൊടുക്കണം, എത്ര വലിയ പ്രശ്നവും വഴിമാറിക്കൊടുക്കണം. എന്റെ മുൻപേ പോകുന്നത് തേജോമയനായ ദൈവമാണ്. So secondly, we see that it's not only the Lord is with you, but His presence is going before you to break all the issues, and He is the mighty Lord who can open ways before you.
ആർക്കും തുറക്കാത്തത് നിനക്ക് വേണ്ടി തുറന്നത് നിന്റെ കഴിവല്ല കുഞ്ഞ്, നിന്റെ കഴിവല്ല കുഞ്ഞ്. നിന്റെ മുന്നിൽ പുറപ്പെട്ടത് ദൈവ സാന്നിധ്യമാണ്, അവന്റെ വഴികളാണ്. ഇന്ന് മകൾ ആമേൻ പറഞ്ഞിട്ട് പറ. ഇന്നകളിൽ മാനിക്കപ്പെട്ടത് എന്റെ മുന്നിലുള്ള ദുർഘടങ്ങളെ സ്വർഗം കൈകാര്യം ചെയ്തു. So the doors in the past which was never open for others were open for you. So it is not just an ordinary thing. It's a miraculous thing that the Lord wants to be with you and he wants to walk before you to make it special for you. യെശയ്യാ 58 വായിക്കുന്ന എന്താണെന്നറിയാമോ? അവൻ നമുക്ക് പിൻപടയായിരിക്കുമെന്ന്. In Isaiah chapter 58 we can see he is not only in the front, he is the one behind us as an army. മനസ്സിലാകുന്നുണ്ടോ? Are we able to understand it? നിനക്ക് മുൻപേ മാത്രമല്ല നിന്റെ പുറകിലും അവന്റെ സാന്നിധ്യമുണ്ടെന്ന്. എത്ര വലിയ സൈന്യം നിന്റെ പിന്നെ ഗമിച്ചാലും ആത്മാവ് ഇടപെടുന്നു. അതിനെ കൈകാര്യം ചെയ്യുന്ന ഒരു ദൈവ സാന്നിധ്യം നിന്റെ പുറകെ സഞ്ചരിക്കുകയാണ്. ഇസ്രായേൽ മക്കളെ പിന്തുടരുന്ന ഫറവോന്റെ സൈന്യം അവർക്ക് പിന്നാലെ ഗമിച്ചപ്പോൾ ദൈവദൂതൻ മുൻപിൽ നിന്ന് മാറി അവരെ പിൻപേ നടന്നു. We can see that let the army may be great of Pharaoh, but the thing is that the Lord's army is there behind you and he is there to protect you from every evil desires of Pharaoh and other armies, and the Lord will guide you and keep you safe whatever may be the situation. എല്ലാവരും പറഞ്ഞ കൂടെ ഇരിക്കും. എല്ലാവരും പറ കൂടെ ഇരിക്കുന്ന Let ദൈവ everyone say സാന്നിധ്യം. the presence of the Lord which is always with us. അടുത്ത് നമ്മൾ വായിച്ചത് അവന്റെ സാന്നിധ്യം മുൻപേ പോകും. Let us say that the presence of the Lord which walks before us. മൂന്ന് നമ്മൾ വായിച്ചത് അവന്റെ സാന്നിധ്യം പിന്നെ എന്റെ പിൻപടയായിരിക്കും. Thirdly, we heard that the presence of the Lord behind us. പുതിയ നിയമത്തിൽ ഒരു പദം ഞാൻ നിങ്ങളുടെ നാലാമത്തെ ദൈവ സാന്നിധ്യം എങ്ങനെ ഇടപെടുന്നുവെന്ന് ഞാൻ പറയാം. അവിടെ പറയുന്നത് അവന്റെ ബലമുള്ള കൈ കീഴെ താണിരുന്നാൽ അവൻ നിന്നെ തക്ക സമയത്ത് The fifth ഉയർത്തുമെന്ന്. one, I would like to take it from the New Testament that if you surrender under the arms of the Lord, his presence is neath the arms of the Lord. നീ താഴുമ്പോൾ അവന്റെ കരം നിന്റെ മുകളിലല്ലേ? If when you humble yourselves, you are under the arms of the Lord. ഇന്ന് പകല് ബൈബിള് പറയുന്നു അവന്റെ ബലമുള്ള കൈ കീഴെ ആണ് ഇന്ന് നീ ഇരിക്കുന്നതെങ്കിൽ ലോകത്തിലെ ഒരു പോരാട്ടത്തിനും നിന്നെ ആക്രമിക്കാൻ കഴിയില്ല, നിന്റെ തലമുറയെ തൊടാൻ കഴിയില്ല. ബൈബിള് പറയുന്നു അവന്റെ കൈ എന്റെ മുകളിലുണ്ട്, അതെനിക്ക് കാവലാണ്. Amen. The dear child of God, you should understand that if you surrender yourselves under the arms of the Lord, you are protected and his hands will lead you. Whatever may be the problems, you are going to experience the presence of the Lord. അടുത്തത് കേൾക്കണമോ? സങ്കീർത്തനം 91:7 പറയുന്നു നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്തു വശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുക്കയില്ലെന്ന്. ഹലോ Dear child, just look into Psalm 91 verse 7. You can see that even though your side or the right hand side, many thousands or 10,000 fall, but the Lord, because of the Lord's presence, nothing will come near you. എന്ന് പറഞ്ഞതിന് ഇടത്തും വലത്തും അവന്റെ കാവലുണ്ടെന്നാ ബൈബിള് പറഞ്ഞത്. What does it mean? The right side or left side, the Lord's presence is there with you. അവൻ കൂടെ ഇരിക്കും, അവൻ നമ്മുടെ മുൻപേ പോകും, അവൻ നമ്മുടെ പിൻപേ ഗമിക്കും, അവന്റെ സാന്നിധ്യം മുകളിലുണ്ട്. അടുത്തത് പറയുന്നു നമ്മുടെ ഇടത്തും വലത്തും അവന്റെ കാവലുണ്ട്. മറ്റൊരു വചനത്തിൽ പറയുന്നു കീഴെ അവന്റെ ശാശ്വത ഭുജമുണ്ട്. So we could see that the Lord's presence walks with us. The Lord's presence is there in front of us. The Lord's presence is behind us. The Lord's presence is above us. And we saw that the Lord's presence is there at the right and left side of us. And in the other passage we can see that his hands were neath us and we were having the presence of the Lord beneath us. ഏഴാമതായി തിരുവചനം പറയുന്നത് ഇങ്ങനെയാണ്, എന്നാൽ ഞാൻ അതിന് ചുറ്റും തീമതിലായിരിക്കും, ഞാൻ അതിന് നടുവിൽ മഹത്വമായിരിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. Zechariah 2:5. Zechariah, the prophecy, Zechariah 2:5, we can see that the Lord's presence is experienced as a firewall around us. എത്ര പേര് വിശ്വസിക്കാൻ ചുറ്റും അവന്റെ തീമതിലുണ്ടെന്ന്? How many of you believe that the Lord's firewall is around you?
എന്റെ കൂടെയല്ല, എന്റെ മുൻപിൽ മാത്രമല്ല, എന്റെ പുറകിൽ മാത്രമല്ല, എന്റെ മുകളിൽ മാത്രമല്ല, എന്റെ കീഴെ മാത്രമല്ല, എന്റെ ഇടത്തും വലത്തും മാത്രമല്ല. ആത്മാവിടപെടുന്നു. അവന്റെ സാന്നിധ്യം ഒരു തീമതിലായി നിനക്ക് ചുറ്റും കാവലാണ്. How many of you can experience the presence of the Lord along with you, in front, back, up, neath, sides, and around us as a firewall? ഫൈനലി പുതിയ നിയമത്തിൽ ഒരു പദമുണ്ട്. Finally we can see a new term in the New Testament. കൊളോസ്യർ ലേഖനം 1:27 ഇങ്ങനെ വായിക്കുന്നു, അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്തെന്നറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു എന്റെ ഉള്ളിലുണ്ട്. Hallelujah. We can see that is a mystery, and to whom God would make known what is the riches of the glory of this mystery among the Gentiles, which is Christ in you, the hope of glory. That means the Lord's presence dwells in you. ഇന്നിവിടെ ഇരിക്കുന്നവരുടെ അകത്താ ദൈവ സാന്നിധ്യം കേട്ടോ. അകത്താണ് ദൈവ സാന്നിധ്യം. You can experience the presence of the Lord within you, inside you. നിന്റെ മൺകൂടാരത്തിനകത്ത് സാന്നിധ്യം ഇന്ന് വ്യാപരിക്കുകയാണ്. The Lord's presence is there in your earthly vessel, in your body, which is the part of the Lord's body. ആ സാന്നിധ്യത്തിന് നിന്റെ ശരീരത്തിന്റെ ഏത് ജീർണിച്ച അവസ്ഥകളെയും തൊടുവാൻ കഴിയും. അവൻ പ്രത്യാശയാകുന്ന കർത്താവാണ്. അവൻ എന്റെ അകത്തുണ്ടെന്ന്. That presence of the Lord is going to strengthen your earthly vessel. That presence is awesome. That presence is a mystery, and that is going to strengthen you. അപ്പോൾ നമ്മുടെ ദൈവ സാന്നിധ്യത്തിന് 8 പ്രത്യേകതകൾ തിരുവചനത്തിലൂടെ നമ്മൾ കണ്ടു. We could see the 8 different specialities of the presence of the Lord. ഇങ്ങനെ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവരാണ് വിശുദ്ധ സഭ. These kind of special people are the children of God who could experience the presence of the Lord in 8 different manners. അടുത്ത 10 മിനിറ്റ് കൊണ്ട് ഞാൻ എന്റെ സന്ദേശം പറയും. ഇന്ന് പകൽ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ആത്മാവ് ഇത് പറയാൻ പറഞ്ഞതുകൊണ്ട് ഞാനിത് പറഞ്ഞത്. ചിലരുടെ കുടുംബത്തിൽ ദൈവ സാന്നിധ്യത്തിന്റെ ആവശ്യമുണ്ട് എന്ന് ആത്മാവ് ഇടപെട്ടത് കൊണ്ട് ഞാൻ പറഞ്ഞു. അടുത്തത് സന്ദേശത്തിലേക്ക് നമ്മൾ വേഗത്തിൽ വരികയാണ്. I would like to conclude in 10 minutes because the Lord, the Holy Spirit spoke to me to impart this word to you. That's why some people need the Lord's presence in this place. നാം വായിച്ച കുറിവാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. We could read in the passage in the beginning, we read it like this. കർത്താവ് മാർത്തയെയും അവരുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചു. We can see that now the Lord loved Martha, her sister, and Lazarus. ഈ വാക്യം എന്റെ ശ്രദ്ധയിലേക്ക് വരാനുണ്ടായ കാരണം എന്താണെന്നറിയാമോ? ഒരു വീട്ടിലെ 3 പേരുടെ പേര് പറഞ്ഞിട്ട് പറയുന്നു ഇവരെ 3 പേരെയും കർത്താവ് സ്നേഹിച്ചു എന്ന്. You know the reason behind this, that the Lord is saying the 3 different names of that people, and the Lord loved them. നമ്മുടെയൊക്കെ വീടുകളിൽ നോക്കി അച്ചായൻ അല്പം ആത്മീകത്തിൽ മുന്നോട്ടാണെങ്കിൽ അമ്മാമ്മ പുറകോട്ടായിരിക്കും. If we are looking into our own houses or our people, we can see that if the the husband of the house is close to the Lord, auntie may be, or that wife may not be close to the Lord, and vice versa. ഒരുമിച്ച് ദൈവത്തോടൊപ്പം വസിക്കാൻ കഴിയാത്ത നിരവധി കുടുംബങ്ങളുണ്ട് യുണൈറ്റഡ് കിങ്ഡത്തിൽ. There are many families in this UK that they don't walk closely or in the presence of the Lord. എന്നാൽ പരിശുദ്ധാത്മാവ് എഴുതുകയാണ് ഈ കുടുംബത്തിലുള്ള 3 പേരുടെയും പേര് അവിടെ എടുത്തു പറഞ്ഞിട്ട് പറയുന്നു ഇവരെ 3 പേരെയും എന്റെ കർത്താവ് സ്നേഹിച്ചു. But this house, the Lord is pointing all the 3 names or the three people and says that the Lord loved all 3. നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വരേണ്ട ചിന്ത എന്താണെന്നറിയാമോ? എന്തുകൊണ്ട് ഇവരെ 3 പേരെയും കർത്താവ് സ്നേഹിച്ചു? You should know that why the Lord loved all these 3. ഞാൻ പറഞ്ഞില്ലേ, കർത്താവിന്റെ സ്നേഹം പ്രാപിപ്പാൻ നമ്മളിൽ യോഗ്യതയുടെ ആവശ്യമുണ്ടോ? I asked in the beginning that do we need a qualification to get the love of the Lord, receive the love of God? കർത്താവ് അൺകണ്ടീഷണലായി എന്നെ സ്നേഹിക്കുന്നുവെങ്കിലും തിരുവചനം ആഴത്തിൽ പഠിച്ചാൽ തിരുവചനം നമ്മളോട് പറയുന്നത് ആ കർത്താവിന്റെ സ്നേഹം പ്രാപിപ്പാൻ ഞാൻ യോഗ്യനായിരിക്കണം.
But the word of God very clearly states that even though the love of the Lord is unconditional, I should be worthy of receiving the love of God in my life. അങ്ങനെ തന്നെയാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. That is the way the Bible teaches us strongly. നമ്മൾ പാപികളായിരുന്നപ്പോൾ തന്നെ കർത്താവ് നമ്മെ സ്നേഹിച്ചു. Yet we were sinners, the Lord loved us. എന്നാൽ നാം രക്ഷിക്കപ്പെട്ട് അകത്തു വരുമ്പോൾ, But when we are saved and we are inside the church, അകത്തു വന്നവരെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് നീ എക്കാലവും യോഗ്യതയില്ലാത്തവനായി നിൽക്കണമെന്നല്ല, അകത്തു വന്നവന് ആ സ്നേഹം പ്രാപിപ്പാൻ യോഗ്യതയുണ്ടാകണം. The thing is that the Lord always loved the people. Everyone should come inside the faith. But after coming over here, you have to be always worthy of receiving the love of God. ഇവരെ മൂന്നുപേരെയും കർത്താവ് സ്നേഹിക്കാനുള്ള കാരണങ്ങൾ ബൈബിളിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. The reasons are written in the Bible. The reason behind the Lord loved these three. മാർത്ത എന്ന് പറയുന്ന ഒരു സ്ത്രീയെ ബൈബിളിൽ ആദ്യമായിട്ട് കാണുന്നത് ലൂക്കോസ് 10-ാമത്തെ അധ്യായത്തിനകത്താണ്. We can see about Martha in Luke chapter 10 at the first time towards Jesus. മാർത്തയെ ആദ്യം കാണുമ്പോൾ ശുശ്രൂഷിക്കുന്നതായിട്ടാണ്. We can see that she is ministering before the Lord or serving the Lord Jesus Christ at first time when we see Martha. ഇതൊരു പ്രീ പ്ലാൻഡ് ഇൻവിറ്റേഷൻ ആയിരുന്നു. It was a pre-planned invitation and she was there to serve the Lord. യേശുവാകുന്ന ഗസ്റ്റ് വീടിനകത്ത് വരുമ്പോഴാണ് അവള് കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കുന്നത്. അപ്പോൾ ഇത് നേരത്തെ പ്ലാൻ ചെയ്തതല്ല. യേശുവിനെ കണ്ടപ്പോൾ അവൾ വീട്ടിലേക്ക് ക്ഷണിച്ചു. When she saw Jesus, they invited him to their house and she didn't arrange anything earlier, but she made it everything perfect when Jesus came to that house. മാർത്ത ഇന്നത്തെ സമൂഹത്തോട് വിളിച്ചു പറയുന്നത് നമുക്കുള്ളത് കൊണ്ട് കർത്താവിനെ നാം ശുശ്രൂഷിക്കണമെന്നാണ്. Martha is giving a great message to us that whatever we have, with that we have to serve the Lord. ദൈവവചനം പഠിച്ചാൽ നിരവധി പേർ അവർക്കുള്ളത് കൊണ്ട് കർത്താവിനെ ശുശ്രൂഷിച്ചതായിട്ട് നമുക്ക് In the കാണാം. Bible we can see that many people who were rich enough to serve other people and serve the Lord or rather provided to the Lord's ministry. കർത്താവ് ചില നന്മകൾ നമുക്ക് തരുന്നത് അത് നമുക്ക് പിടിച്ചു വെക്കാനല്ല, മറിച്ച് അത് ദൈവരാജ്യത്തിന് പ്രയോജനപ്പെടണം. The word of God says that whatever blessings we enjoy or rather the material things we have to give to the glory of God and we need to serve other people. പണ്ടൊരു യോഗത്തിൽ ഒരു പാസ്റ്റർ പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്. Once a pastor was preaching in a service. പാസ്റ്റർ പ്രസംഗിച്ച് സിഗരറ്റ് വലിക്കുന്നത് പാപമാണ്, എല്ലാവരും ഹല്ലേലൂയ എന്ന് പറഞ്ഞു. That pastor said that smoking is a very bad sin and everybody said hallelujah. അടുത്ത പാസ്റ്റർ പറഞ്ഞു മദ്യപിക്കുന്നത് പാപമാണ്, അവർക്ക് ദൈവരാജ്യം അവകാശമാക്കാൻ പറ്റില്ല. Pastor said that drinking is absolutely not acceptable. They will not enter the kingdom of God. Then everybody said hallelujah. എല്ലാവരും കൂടി സ്തോത്രം പറഞ്ഞു. Everyone started praising the Lord. അടുത്ത പാസ്റ്റർ ഈ 10 കൽപ്പനകളെല്ലാം ഓരോന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ഇതെല്ലാം പാപമാണ്, ഇത് ചെയ്യുന്നവൻ നിത്യതയിൽ പോകില്ലെന്ന് പ്രസംഗിച്ചു. Pastor quoted the 10 commandments and all the statutes and said that these people who are doing or committing this sins will not enter the kingdom. അപ്പോൾ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന രണ്ട് യൗവനക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയണം എന്നാ പ്രസംഗമാണ് ഉപദേശിച്ചത്. Then these two youngsters who were listening to the message said that what a wonderful message it is. ഇങ്ങനെയൊക്കെ തുറന്നു പറയുന്ന ഉപദേശിമാരെ നമ്മുടെ ലോക്കൽ സഭയിൽ നമുക്ക് വേണം. We need to have such people who openly says such doctrines and standing for the faith and holiness. ഇങ്ങനെ ഉപദേശിയെ വാനോളം പുകഴ്ത്തിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്ത പദം പ്രസംഗിക്കുന്ന ആൾ പറയുകയാണ്, While these youngsters were talking each other like this, the next sentence came from the pastor like this. നമുക്ക് തരുന്ന പണം നമ്മൾ വിശ്വസ്തയോടെ ചിലവഴിക്കണം, കൃത്യമായിട്ട് ദശാംശം കൊടുക്കണം. Whatever money we receive, we need to give for the glory of God and we need to utilize the finance wisely for the kingdom of God. ഇത് പറഞ്ഞപ്പോഴേക്ക് അവന്മാര് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. Then suddenly these youngsters who were praising the pastor said like this. നല്ല പ്രസംഗമായിരുന്നു, അവസാനം കൊണ്ട് കല ഉടച്ചെന്ന്. What a wonderful message it was, but the end he messed it up. അവന്റെ വീക്ക്നെസ് തൊട്ടപ്പോൾ അവര് പ്രസംഗം ഇഷ്ടമല്ല. When his weakness was touched, he didn't like the message. മറ്റതെല്ലാം അവൻ ഗ്ലോറി പറഞ്ഞ The പ്രസംഗമായിരുന്നു. other things he could say glory and hallelujah and praise the Lord. അതുകൊണ്ട് ഇന്ന് പകല് സ്തോത്രം കുറഞ്ഞാൽ എനിക്കറിയാം നിങ്ങളും ഇതിനകത്തുള്ളവരാണോ എന്നൊരു സംശയം എനിക്കുന്നുണ്ടാകും. So when the praises and glory to the Lord is reducing, I can feel that are you getting distracted by this thing?
അപ്പൊ മാർത്തയെ കർത്താവ് സ്നേഹിക്കാനുള്ള ഒരു കാരണം ബൈബിൾ പറയുന്നത് അവൾക്ക് ലഭിച്ച സമയത്തൊക്കെയും അവൾക്കുള്ളത് കൊണ്ട് അവൾ ദൈവത്തിന് മഹത്വം കൊടുത്തു. We can see that Martha's speciality is that when she had that limited time or limited resources, whatever she had, she utilized for the kingdom of God and used it for the Lord Jesus. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല കേട്ടോ. ലാസർ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് യോഹന്നാൻ 12-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിച്ചാൽ അവിടെയും മാർത്തയെ നമ്മൾ കാണുന്നത് പന്തിയിൽ കർത്താവിനെ ശുശ്രൂഷിച്ചു. It was not a one-off incident. It was not just a one-time incident, but we can see that after the resurrection of Lazarus, we can see that there also Martha is serving and she's in the same mentality. ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അവൾക്കുള്ളത് കൊണ്ട്, അവൾ ദൈവത്തെ ശുശ്രൂഷിച്ചത് കൊണ്ട് ദൈവത്തിന്റെ സ്നേഹം പ്രാപിപ്പാൻ അവൾ യോഗ്യതയുള്ളവളായിരുന്നു. In the light of this word of God, I can proudly say that because of her attitude towards the Lord, with her own limitations and resources, the Lord loved her. എന്നാൽ മറിയയുടെ വിഷയത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, but when we come to Mary's case, മറിയ ആ ഭവനത്തിൽ മാർത്ത അവൾക്ക് വേണ്ടി ശുശ്രൂഷിക്കാനുള്ള തത്രപ്പാടിലാകുമ്പോൾ മറിയയെ നമ്മൾ കാണുന്നത് അവൾ യേശുവിന്റെ കാൽച്ചുവട്ടിൽ ഇരിക്കുകയാണ്. We can see that Martha was very much busy on the financial or physical needs or other matters, but she is close to the feet of Jesus. കണ്ടോ, രണ്ട് സഹോദരിമാരാണ്, രണ്ട് സ്വഭാവമാണ്. We can see that two are sisters, both are sisters, but still they have two different characteristics. അവ രണ്ട് സ്വഭാവങ്ങളും നാം അനുവർത്തിക്കുവാൻ അല്ലെങ്കിൽ മാതൃകയാക്കേണ്ട സ്വഭാവ വിശേഷതയാണ്. Both characters are to be followed. They are good characters. മാർത്ത തനിക്കുള്ളത് കൊണ്ട് ദൈവത്തെ ശുശ്രൂഷിക്കുന്നവർക്ക് നിഴലാണെങ്കിൽ, മറിയ എന്ന് പറയുന്നത് അവളെ കുറിച്ച് തിരുവചനം പറയുന്നത് അവൾ ആത്മീക ജീവിതത്തിൽ പ്രബുദ്ധരായവർക്ക് നിഴലാണ്. We can see that Martha is the one who is serving the Lord with her resources and her time and her physical exertion, but Mary is the one who is spending time in the feet of the Lord with the word of God. വളരെ തിരക്കുള്ള സമയമാണ് ഇപ്പോൾ വീട്ടില്. It's a very busy time at the house. അവിടെ മാർത്ത പറയുന്നു, ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് ശുശ്രൂഷിക്കുന്നു, ഇവളോ എന്നെ സഹായിക്കുന്നില്ലെന്ന് പറയുമ്പോൾ വളരെ തിരക്കുള്ള ഒരു ഭവന അന്തരീക്ഷത്തിൽ മറിയ യേശുവിന്റെ കാൽച്ചുവട്ടിലാണ്. We can see that Martha is complaining that it's a very busy time and nobody is there to support me, but still Mary is meditating the word at the feet of Jesus. എനിക്കറിയാം, യുണൈറ്റഡ് കിങ്ഡത്തിൽ നിങ്ങളെല്ലാം വളരെ തിരക്കുള്ളവരാണ്. I know that in UK you're all busy or your schedule is very tight. പക്ഷേ നാട്ടിൽ ചിലർ പറയുന്നത് he is very busy doing nothing എന്നാണ്. നാട്ടിലെല്ലാവരും പറയുന്നത് അവർ പല കാര്യങ്ങൾ ചെയ്യുന്നു എന്നാൽ ഒന്നും ചെയ്യുന്നില്ലെന്നാണ്. പക്ഷേ UK-യിലുള്ളവർ വളരെ കഷ്ടപ്പെടുന്നവരും തിരക്കുള്ളവരും അധ്വാനിക്കുന്നവരുമാണ് എന്ന തിരുവചനം പറയുന്നു. അങ്ങനെ തിരക്കുള്ള ഒരു വീട്ടിൽ അതിനായി സമയം കണ്ടെത്തിയവർക്ക് നിഴലാണ് മറിയ. But we can see about Martha and Mary, such a busy house, she took time and spent time with the Lord for meditating the word. എല്ലാവരും മനസ്സിൽ കുറിച്ചിടണം, മറിയ ഒന്നാമതായി മറിയയെ നമ്മൾ കാണുമ്പോൾ അവൾ ഏറ്റവും തിരക്കുള്ളപ്പോൾ ദൈവത്തിന്റെ കാൽച്ചുവട്ടിൽ ഇരിക്കുന്നതായിട്ടാണ്. When we look into Mary's case, we can see that when the busiest schedule was there, she took time and sat at the feet of the Lord for the word of God. രണ്ടാമത് മറിയയെ കാണുന്നത് യോഹന്നാൻ 11-ലാണ്. Secondly, we can see Mary in John chapter 11. ഗുരു വന്നിട്ടുണ്ട് നിന്നെ വിളിക്കുന്നുവെന്ന് പറയുമ്പോൾ മറിയ അവിടെ ചെയ്യുന്നത് ഓടി വന്ന് യേശുവിന്റെ കാൽക്കൽ വീഴുകയാണ്. When we see about Mary there, she heard that the master is here, Rabbi is here. She heard that and she ran and came to the feet and worshipped him. ആദ്യം വളരെ തിരക്കുള്ളപ്പോൾ യേശുവിന്റെ കാൽച്ചുവട്ടിൽ ഇരിക്കുന്ന മറിയ, when she was very busy, she spent time and she is sitting at the feet of the Lord. ഇവിടെ തന്റെ ഏക അത്താണിയായ സഹോദരൻ മരിച്ചതിന്റെ കഠിന ദുഃഖത്തിൽ ഇരിക്കുമ്പോഴും അവൾ അവിടെ പറയുന്നത്, അവൾ ചെയ്യുന്നത് യേശുവിന്റെ കാൽക്കൽ വീഴുകയാണ്. Here she is in utter grief. Her brother is passed away. She is in that grief-stricken moment. Yet she came and sat at the feet or worshipped at the feet of the Lord Jesus. അപ്പോൾ ഏറ്റവും തിരക്കുള്ളപ്പോൾ മാത്രമല്ല
ഏറ്റവും ദുഃഖമുള്ളപ്പോഴും നാം വരേണ്ടത് അവന്റെ കാൽച്ചുവട്ടിലാണ്. So this verse is very clearly telling us that even if you are busy, even though you are coming close to the feet of the Lord Jesus Christ, when you are busy, not only that, you have to come to the feet of Jesus even if you are grief stricken. 12-ാമത്തെ അധ്യായം യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത്, അവർ യേശുവിന് ഒരു വലിയ വിരുന്നൊരുക്കി. ആ വിരുന്നൊരുക്കുന്ന സമയത്ത് മറിയ സ്വച്ഛജടമാംസ തൈലമെടുത്ത് യേശുവിന്റെ തലയിൽ ഒഴിച്ച് ആ തൈലം അവന്റെ കാലിലേക്ക് അത് പകരുകയാണ്. എന്നിട്ട് അവരുടെ തലമുടി കൊണ്ട് യേശുവിന്റെ കാൽപാദം തുടച്ചു. Here in chapter 12 we can see that Mary is bringing a very valuable fragrance, that is alabaster or spikenard, and it is very costly, and it is being brought and it is poured on the feet of Jesus, and she is wiping it with her hair. ഏറ്റവും സന്തോഷമുള്ളപ്പോൾ വിരുന്ന് നടക്കുമ്പോഴും അവൾ ദൈവത്തിന്റെ കാൽച്ചുവട്ടിലാണ്. When it's a joyous moment, or when it is a party time, or a wonderful joyous moment, she is yet at the feet of കർത്താവിന്റെ Jesus. മേശ നമ്മുടെ നടുവിലുണ്ട്. വേഗത്തിൽ പറഞ്ഞു പോട്ടെ, മറിയയെ എവിടെയെല്ലാം ബൈബിൾ പരിചയപ്പെടുത്തുന്ന അവിടെയെല്ലാം മറിയ യേശുവിന്റെ കാൽച്ചുവട്ടിലാണ്. I would like to rush in this passage and say that whenever we see Mary, she is at the feet of Jesus Christ. മറിയയെ കർത്താവ് സ്നേഹിക്കാനുള്ള ഒരു കാരണം, അവൾ ഏറ്റവും തിരക്കുള്ളപ്പോഴും ഏറ്റവും ദുഃഖമുള്ളപ്പോഴും ഏറ്റവും സന്തോഷമുള്ളപ്പോഴും അവൾ സമയം കണ്ടെത്തിയത് യേശുവിന്റെ കാൽച്ചുവട്ടിലിരിക്കാനാണ്. The reason for Lord's love towards Mary is that whenever she is busy, whenever she is in grief, whenever she is in a festive mood, still she is at the feet of Jesus. കർത്താവ് മറിയയെ സ്നേഹിക്കാനുള്ള കാരണം, അവൾ എല്ലാ സമയത്തും പ്രാർത്ഥനയ്ക്ക് അവൈലബിൾ ആയിരുന്നു. We know that Mary was loved by Jesus because at any time, any season, she wants to be in Lord's feet with prayer. രണ്ട് സവിശേഷതകൾ കൂടി പറയാനുണ്ട്, പക്ഷേ സമയം പോയതുകൊണ്ട് ഞാൻ വേഗത്തിൽ പറഞ്ഞു നിർത്തുകയാണ്. I would like to explain two more things, but I want to make it quick. ഞാൻ വേണമെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്താം. അവൾ ദൈവവചനം കേൾക്കുന്നതിൽ അവൾ എപ്പോഴും കൃത്യനിഷ്ഠയുള്ളവളായിരുന്നു. She was very punctual in listening the word of God. ദൈവത്തിന്റെ വചനം വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. കേൾവിയിലൂടെ ദൈവശക്തി വ്യാപരിക്കും നമ്മളിലേക്ക്. We can see that the faith comes with hearing, and hearing comes from the word, and the word is powerful, and it comes with a might in our life. മൂന്നാമത്തെ പ്രത്യേകത മറിയയെ കുറിച്ച് കാണുന്നത്, അവളെ കുറിച്ച് മാർത്ത ഇവളെന്നെ സഹായിക്കുന്നില്ല എന്ന് പറഞ്ഞ് അവളുടെ ജീവിതത്തിലെ ചിലതിനെ ചൂണ്ടിക്കാണിക്കുമ്പോഴും മറിയ അവിടെ പ്രതികരിക്കാതിരിക്കുകയാണ്. Another thing is that when her sister complained about her, she never responded harshly. She didn't listen to that wrong words. She was close with the Lord. ഇന്ന് പകൽ ദൈവസഭയോട് പരിശുദ്ധാത്മാവിന് പറയുവാനുള്ളത്, ദൈവം നിനക്ക് വേണ്ടി എഴുന്നേൽക്കുന്നെങ്കിൽ, ദൈവം നിനക്ക് വേണ്ടി പ്രതികരിക്കുന്നെങ്കിൽ, നീ മൗനമായിരുന്നാ മതി, നീ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാ മതി, നീ ആരാധിച്ചുകൊണ്ടിരുന്നാ മതി. നിനക്ക് വേണ്ടി ഇടപെടുന്ന, നിനക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു സ്വർഗമുണ്ട്. ഇത് പകൽ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവൻ ഇത് പകൽ ഇതിവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. Today the word of God is talking to you that if you have any problems or somebody just corners you, you don't have to respond harshly, you don't have to be bitter, you have to lean close to the Lord and be in the feet of the Lord Jesus Christ. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് വല കഴുകുകയാണ് പത്രോസ്. After all the hard work in the night, they are washing the nets, Peter and his brother. നിന്നെ പടക് അല്പം ആഴത്തിലേക്ക് നീക്കാൻ പറയുമ്പോൾ പത്രോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, നാഥാ രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും ലഭിച്ചില്ലെങ്കിൽ നിന്റെ വാക്കിന് ഞാൻ വല കറക്കാം. When Lord Jesus said to him that put the net into the deep sea, he said that, Lord, we labored a lot in the night and we couldn't find anything, but yet we will do it because you said it. ആത്മാവ് ചിലരോട് പറയുന്ന, രാത്രി മുഴുവൻ അധ്വാനിച്ചു, നീ ഒത്തിരി അധ്വാനിച്ചതാണ്, ഒത്തിരി പ്രവർത്തിച്ചതാണ്, ഒത്തിരി കാര്യങ്ങൾ ചെയ്തതാണ്. അപ്പോഴൊക്കെ ദൈവത്തിന്റെ നന്മകൾ നിനക്ക് കാണുവാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇന്ന് പകല് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. അവന്റെ വാക്കിന് വലകറക്കിയാൽ, അവൻ പറയുന്നത് കേട്ട് നീ ഒരു സ്റ്റെപ്പ് എടുത്താൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്വർഗമുണ്ട്. വിശ്വസിക്കുന്നവൻ ഇന്ന് രാത്രി ആമേൻ പറ.
Amen. The Holy Spirit speaks to Oh, certain Rabba people over Shara here Bana that Jara. even if you labored a lot and yet you didn't find any reward, don't worry. Do not get dismayed. You have to listen, obey to the commandments of the Lord, obey to His words. You just sow it and you will reap. ലാസറിനെ കുറിച്ച് പറയുന്നത് ഈ ദീനം അവന്റെ മരണത്തിനായിട്ടല്ല. About Lazarus, it is mentioned that this sickness or illness is not for his death. ഇത് ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിനത്രേ. This happened because the name of the Lord has to be glorified. നിങ്ങൾക്ക് ദൂത് മനസ്സിലാകുന്നുണ്ടോ ഇന്ന്? I hope that you understand the message of it. ഇത് നിന്റെ മരണത്തിനായിട്ടല്ലെന്ന്. This problem which you face is not for your death. ഇപ്പോൾ നിന്റെ വാതിൽ അടഞ്ഞിരിക്കണം, നിന്നെ തകർക്കാനല്ലെന്ന്. The door which is closed in front of you is not for your destruction. നീ പ്രാർത്ഥിക്കുന്നവളായിട്ട് നിന്റെ വാതിൽ അടഞ്ഞെങ്കിൽ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ആരും അടക്കാതെ വണ്ണം തുറക്കുന്നവൻ ഇന്ന് പകലിവിടെ ഉണ്ട്. വിശ്വസിച്ചാൽ അവന്റെ പ്രവൃത്തി നീ ഇന്ന് കാണും. Even though you are a lady of prayer, even though you are a child of prayer, if the doors are closed against you, in front of you, don't worry. It is for the glory of God and you will see it. ലാസറിനെ കർത്താവ് സ്നേഹിക്കാനുള്ള കാര്യം എന്താണെന്നറിയാമോ? You know the reason why Lord loved Lazarus. ഇവൻ ഇപ്പോൾ പ്രയോജനമില്ലാത്തവനാണെങ്കിലും ഇവൻ നാളെ പ്രയോജനപ്പെടുമെന്ന് കണ്ടുകൊണ്ട്, നാളെ ഇവന്റെ രോഗം ദൈവത്തിന്റെ മഹത്വത്തിന് കാരണമായി തീരുമെന്ന്, നാളെ ഇവൻ പന്തിയിൽ കാണുമെന്ന് കണ്ടുകൊണ്ട് അവനെ സ്നേഹിച്ച ഒരു സ്വർഗമുണ്ട്. Even if you are not fruitful now, but the Lord knows that tomorrow you will be fruitful and you will be bearing the glory of God in your life, and He is going to dine with Lord Jesus Christ in the days ahead. നിനക്കൊരു വഴി ദൈവം തുറന്നിട്ടുണ്ടെങ്കിൽ, If the Lord has opened a way for you, നാളെ നീ ദൈവത്തിന് നന്ദി പറയുമെന്ന് കണ്ടുകൊണ്ടാ ദൈവം തന്നത്. the Lord has given that way to you, or opened the way for you, because the Lord is going to see that you are going to witness in the days ahead. ദൈവം നിനക്ക് വേണ്ടി ചില വഴികളെ തുറന്നു തന്നിട്ടുണ്ടെങ്കിൽ ദൈവം അതിലൂടെ ആഗ്രഹിക്കുന്നത് നീ ദൈവത്തിന് നന്ദിയുള്ളവനാകും, നീ പ്രാർത്ഥിക്കുന്നവനാകും, നീ വിശ്വസിക്കുന്നവനാകും, നീ പന്തിയിൽ നാളെ കാണുമെന്ന് കണ്ടുകൊണ്ട് നിന്നെ സ്നേഹിച്ച ഒരു സ്വർഗമുണ്ട്. ദൈവം ചെയ്ത നന്മകൾ നാളെ നീ ദൈവത്തിന് പ്രയോജനപ്പെടാനാണ്. Dear child of God, the Lord has opened ways for you. The Lord has brought you here with a glorious way that is for giving thanks to the Lord in the days ahead, or witness His miraculous works to other people. കർത്താവ് മാർത്തയെ എന്തുകൊണ്ട് സ്നേഹിച്ചു? Why Lord loved Martha? കർത്താവ് എന്തുകൊണ്ട് മറിയയെ സ്നേഹിച്ചു? Why did Lord love കർത്താവ് Mary? എന്തുകൊണ്ട് ലാസറിനെ സ്നേഹിച്ചു? Why Jesus loved Lazarus? അത് ആ യോഗ്യതയിലേക്ക് അവർ വന്നു എന്ന് തിരുവചനം പറയുന്നെങ്കിൽ പ്രിയരെ, ആ സ്നേഹം എന്റെ കുടുംബത്തിലേക്ക് വരാൻ ഞാൻ യോഗ്യതയുള്ളവനാകണം. So just like them, if they were qualified, or rather they counted worthy to be loved by the Lord Jesus Christ, we all should have that qualification. We all should come into that worthiness. ഇന്നിവിടുന്ന് പോകുന്നതിന് മുന്നേ എല്ലാവരും പറയണം മനസ്സില്, Before we leave this place, I want everyone to say this. എന്നെ മാത്രം പോരെ, എന്റെ അച്ഛനെയും കുഞ്ഞുങ്ങളെയും ഒക്കെ ദൈവം സ്നേഹിക്കണം. Not only me, my husband or my spouse, they should be loved by the Lord. ദൈവത്തിന് പ്രയോജനപ്പെടാത്ത ആരെങ്കിലും ഭവനത്തിലുണ്ടെങ്കിൽ അവന് വേണ്ടി നീ സ്തോത്രം ചെയ്ത് പറയണം, ഇവനെ കർത്താവ് സ്നേഹിക്കാൻ അവൻ യോഗ്യതയുള്ളവനായിട്ട് തീരണമെന്ന്. If any one of your family members are not loved by the Lord, if you feel like that, you have to pray for them and claim that they should be loved by the Lord and chosen by Him. അപ്പൊ നമ്മൾ കഴിഞ്ഞ 2 രാത്രി നമ്മൾ ചിന്തിച്ചത് കർത്താവിനെ നമ്മൾ എന്തുകൊണ്ട് The സ്നേഹിക്കണം. last 2 days we learned that why we have to love Jesus. ഇന്ന് പകൽ ആത്മാവ് ഇടപെടുന്നത് കർത്താവ് എന്തുകൊണ്ട് നമ്മളെ സ്നേഹിച്ചു. Today the Holy Spirit spoke to us that why Lord loved us. ചിലത് നിനക്ക് പൂരിപ്പിക്കാനുണ്ട്. There are certain things to be filled. ചില ഇടങ്ങളിൽ നിനക്ക് മടങ്ങിവരവിന്റെ ആവശ്യമുണ്ട്. There are certain areas you have to come back to the ചില Lord. ഇടങ്ങളിൽ സമർപ്പിക്കപ്പെടേണ്ടതുണ്ട്. There are certain areas which you have to submit or surrender before the Lord. ജീവിതത്തിൽ എവിടെയാണ് പരാജയമെന്ന് ഇന്ന് പകല് കണ്ടിട്ട് വേണം ഇവിടെ നിന്ന് കടന്നു പോകാൻ. സ്വർഗം നിന്നെ സ്നേഹിച്ചത് നീ ദൈവത്തിന് പ്രയോജനപ്പെടുമെന്ന് കണ്ടുകൊണ്ടാണെങ്കിൽ ഇന്നൊരു സമർപ്പണം ആവശ്യമാണ്. You have to examine yourself where you lack something, where you have to come back to the Lord, where you have to surrender, and you should take a decision and go home. എന്നെയും എന്റെ കുടുംബത്തെയും കർത്താവ് സ്നേഹിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? How many of you believe that Lord loves me and my family? ഇന്നലകളിൽ കർത്താവ് സ്നേഹിച്ച നൂറുകണക്കിന്
സാക്ഷ്യമുള്ളവരല്ലേ ഇവിടെ ഇരിക്കുന്നത്? I believe that there are hundreds of testimonies in your life that Lord loved you in the past. എത്രയോ സാക്ഷ്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. How many testimonies we can share about the love of God? അളവറ്റ നന്മകളല്ലേ പ്രിയരെ നമ്മൾ പ്രാപിച്ചത്? How many blessings physically or monetarily we experience? സ്നേഹിക്കപ്പെടുവാൻ യോഗ്യതയില്ലാതിരിക്കെ അവൻ നമ്മളെ സ്നേഹിച്ചെങ്കിൽ നാളെ ആ സ്നേഹം പ്രാപിപ്പാൻ ഞാൻ യോഗ്യതയുള്ളവനായിട്ട് തീരുവാൻ പ്രാർത്ഥിക്കണം. When we were not supposed to be loved by the Lord, yet He loved us when we were sinners itself, then how more we have to be loved? ഞാൻ ഈ പട്ടണത്തിൽ വന്നപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. When I came to this city, the best thing I liked is the rules and regulations of this country. ഇന്ന് പാസ്റ്റർ ഞങ്ങൾ ഒരുമിച്ച് വരുമ്പോഴേക്ക് ഒരു റോഡ് പെട്ടെന്ന് പാസ്റ്റർ എടുത്തു, പുറകോട്ടെടുക്കാൻ പറ്റിയില്ല. അതിനെ ഓർത്ത് പാസ്റ്റർ വളരെ ദുഃഖിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. When we traveled together, there was a way which was converging and pastor couldn't take immediately and he was very sad about it. പാസ്റ്റർ കുറച്ചു നേരം ഇത് കീപ് സേയിങ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാനതങ്ങനെ ചെയ്യരുതായിരുന്നു എന്ന് പറഞ്ഞ് പാസ്റ്റർ ദുഃഖിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ഓർത്തു, അങ്ങനെയാണെങ്കിൽ ഞങ്ങളൊക്കെ എന്തോരം ദുഃഖിക്കണം, ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. When he was saying that it was sad that I did it, or rather it was not supposed to be done, I felt that how many times we do in India. ഞാൻ പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്റർ ഇന്ത്യയിലാണ് ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. I said to the pastor that this is the way we drive in India. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? I hope you understand what I said. പണ്ട് ഞാൻ ലൊക്കേഷൻ ഒരു പ്രാർത്ഥന യോഗത്തിന് പോയി. Once I put a GPS on my phone and I went to a place. നോക്കിയപ്പോൾ എന്റെ ഡെസ്റ്റിനേഷൻ 35 മിനിറ്റ് കൊണ്ടെത്തും. It is mentioned that 35 minutes to the destination. പക്ഷേ ഞാൻ 20 മിനിറ്റ് കൊണ്ട് ലൊക്കേഷനിലെത്തി. I have reached there in 20 minutes. ഞാൻ ഓർത്തു, എത്ര നല്ല ഗൂഗിൾ മാപ്പ്, ഇന്ത്യക്കാരും ഇത്രയും കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുമെന്ന് ഞാൻ ചിന്തിച്ചു. I thought that how wonderful it is that Indian GPS is so wonderful, the system is so supportive. എന്റെ വണ്ടി 20 മിനിറ്റ് കഴിഞ്ഞ് പോയി നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്ന മുന്നോട്ട് പോകാൻ ഒട്ടും വഴിയില്ല. വലത്തെ സൈഡ് ഒരു റിവർ, ഇടത്തെ സൈഡിൽ ഒരു മല. ഇനി അവിടെ മറ്റൊരു വീടും അവിടെ കാണുന്നില്ല. അവിടെ ചൂണ്ടയിടുന്ന ഒരാളോട് ഞാൻ ചോദിച്ചു, ഞാൻ ഈ ലൊക്കേഷനിൽ വരുന്ന ഇന്ന് യോഗത്തിന് പ്രസംഗിക്കാൻ വന്നതാ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പ്രസംഗിക്കാൻ പോകുന്ന വീട് ഈ ആറിനപ്പുറത്ത് കാണുന്ന വീടാന്ന് പറഞ്ഞു. When I just saw a person at the wayside, I saw a river on the side and the other place is absolutely unapproachable and there is no way go back or front. Then I asked him that I came with this location. He said that is just opposite to this river. ഞാനാണ് അന്ന് സ്വിമ്മിങ്ങിന്റെ കോസ്റ്റ്യൂം എടുക്കാൻ മറന്നുപോയി, അല്ലെങ്കിൽ നീന്തി പോയി മീറ്റിംഗും കഴിഞ്ഞ് ഞാൻ മടങ്ങി പോയത്. I didn't carry any swimsuit along with me, otherwise I could have swum there and preached there. നാളുകൾ ഈ ദുഃഖം പേറി ഞാൻ ജീവിക്കുകയായിരുന്നു. I just felt very bad about it for many days. കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാവുന്ന ഒരു ഉപദേശി അമേരിക്കയിൽ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു. A person who is known to both of us is preached in America like this. അദ്ദേഹം അമേരിക്കയിൽ നടന്ന ഒരു സംഭവം പറയുകയാണ്. He is saying about an incident happened in US like this. ഒരു വീട്ടിൽ രാവിലെ അമ്മമ്മ ജോലിക്ക് പോകാൻ വേണ്ടി വളരെ തിരക്ക് കൂട്ടുകയാണ്. She is getting very busy and she is hurrying to go to her work. അല്പം വൈകി പോയപ്പോൾ അമ്മമ്മ പറഞ്ഞു, അച്ഛാ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ടേബിളിൽ വെച്ചിട്ടുണ്ട്, എടുത്ത് കഴിച്ചോണം, അത് കഴിക്കുന്നതിന് മുന്നേ ഗുളിക കഴിക്കാൻ മറക്കരുത്, ഞാൻ അല്പം വൈകിപ്പോയി എന്ന് പറഞ്ഞ് വേഗത്തിൽ കൂട്ടി ഓടുകയാ ജോലി. She hurried to her job and said that to her husband to take the medicine, everything is kept there, even the food is there. ഇത് പറയുമ്പോഴാണ് ഞാനൊരു കാര്യം, ഒരു പണിയും ഇല്ലേലും ഒരു ഗ്ലാസ് വെള്ളം പോലും ഓവണകത്ത് വെച്ച് ചൂടാക്കി കുടിക്കാത്ത അച്ചായന്മാർക്ക് ഈ ദൂത് ഞാൻ സമർപ്പിക്കുകയാണ്. I submit this message for the people, even if they don't have any other work, still they depend on other people. സഹോദരിമാർക്ക് വളരെ സന്തോഷമായി. All the sisters are very happy about it. ആർക്കൊക്കെ ഈ ദൂത് പോയിട്ടുണ്ടെന്ന് എനിക്കറിയാം. I believe that to some people it might have reached. ഇതെല്ലാം എടുത്തു വെച്ച് പാവ ഓടി ജോലിക്ക് പോവുകയാണ്. She is rushing and she is going to the work after doing everything. കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ചായന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നു. After some minutes this particular uncle came over there. ഗുളിക എടുത്ത് കഴിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയപ്പോൾ അച്ചായന് തോന്നി ഒന്ന് ടിവി കണ്ടുകൊണ്ട് കഴിക്കാമെന്ന്. He thought that he will take the medicine and eat the food while watching the TV. അങ്ങനെ അദ്ദേഹം ടിവി ഓണാക്കി. When he put on the TV, അപ്പോൾ ലോക്കൽ ന്യൂസിനകത്ത് ലൈവ് ന്യൂസ് ബ്രോഡ്കാസ്റ്റ് ചെയ്യുകയാണ്. he saw the live news is being broadcast. ആ ന്യൂസ് എന്ന് പറയുന്നത് ഒരു വൺവേയിലൂടെ ഒത്തിരി വണ്ടികൾ പോവുകയാണ്, ഒരു കാർ മാത്രം ഓപ്പോസിറ്റ് ഡയറക്ഷൻ വരും. He's seeing that through a one way many vehicles are going, but one car is coming opposite to it. എന്നിട്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റ് മെസ്സേജ് കൊടുക്കുകയാണ്, എല്ലാവരും സൂക്ഷിച്ചോണം, ഒരു കള്ളൻ
ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്നുണ്ട്. ആരും ഗ്ലാസ് താത്തരുത്, വണ്ടി ചവിട്ടരുത്, ബ്രേക്ക് പിടിക്കരുത്. ഒരു പക്ഷേ അവന്റെ തോക്ക് കാണാം, അവന്റെ മാരക ആയുധങ്ങൾ കാണാം. അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിരിക്കണമെന്ന് ആ റോഡിലുള്ള അല്ലെങ്കിൽ എല്ലാ വീടുകളിലേക്കും ന്യൂസ് ലൈവ് പോവുകയാണ്. The police is alerting the people that one person is, he might be armed or he might have any kind of issues. Don't lower your glasses. You have to be cautious. Let him go. ഉടനെ അച്ഛൻ ഉടനെ അമ്മാമ്മക്ക് ഫോൺ വിളിച്ചു. Then this uncle called that auntie. എന്നിട്ട് പറഞ്ഞു, ഡിയർ നീ എവിടെയാണ് ഇപ്പോൾ? Dear, where are you? ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. So I saw news and saw a news like this. ഒത്തിരി വണ്ടികൾ വൺ വേയിലൂടെ പോകുന്നു, ഒരു വണ്ടി മാത്രം ഓപ്പോസിറ്റ് വരുന്നു. Then he said that there are so many vehicles going over there, but one vehicle is coming against. അതുകൊണ്ട് നീ വളരെ സൂക്ഷിച്ച് വേണം വണ്ടി ഓടിക്കാൻ. ബ്രേക്ക് ചവിട്ടരുത്, ഗ്ലാസ് താത്തരുത്, പ്രശ്നമാണ്. ഞാൻ പ്രാർത്ഥിച്ചോളാം, ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു. So he said that don't panic, don't worry about it. I'll pray for you, but don't lower your glass. You have to be cautious. ഉടനെ അമ്മാമ്മ അച്ഛനോട് പറഞ്ഞു, Then this auntie is saying to uncle like this. അച്ഛൻ ഒന്നുകൊണ്ടും പേടിക്കണം, ഞാൻ പോകുന്ന റൂട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും എന്റെ ഓപ്പോസിറ്റ് ആണെന്ന് പറഞ്ഞു. She said that in my route there is no other vehicle. I am the only one in this passage. നിങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ലെന്ന് തോന്നുന്നു. I think you don't understand what happened. എന്റെ വഴിക്ക് ഞാൻ ഒറ്റൊരാളെ ഉള്ളൂ, ബാക്കി എല്ലാ കള്ളന്മാരും എന്റെ ഓപ്പോസിറ്റ് ആണെന്ന് പറഞ്ഞു. So in her route there is no other vehicle, means she is the one who is crossing that wrong road. എന്നിട്ട് അമ്മാമ്മ ഒരു കാര്യം കൂടി പറഞ്ഞു, അച്ഛാ ഒരു കള്ളനല്ല, എല്ലാം കള്ളന്മാരാണ് അച്ഛാ എന്ന് പറഞ്ഞു. She said one more thing, that it's not only one crooked person or rather one thief, it's all our crooked people. വലത്തേക്കര വീഴ്ത്തിയൊരു സ്തോത്രം പറഞ്ഞേ. Raise your arms and say praise God. അച്ഛായ നോക്കുമ്പോ ഒരു കള്ളനേ ഉള്ളൂ, പക്ഷെ അമ്മാമ്മ നോക്കുമ്പോ മുഴുവൻ കള്ളന്മാരാ. ഈ അമ്മാമ്മ മാത്രമേ പോലീസുകാരനായിട്ട് ഇവിടെ ഉള്ളൂ. When uncle is seeing that everyone is in the right direction and only one person was the wrong one, whereas auntie is thinking that all the other people are wrong and she is right. ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കാൻ വേണ്ടിയാ കേട്ടോ, പാലിക്കാൻ വേണ്ടിയാ. The word of God, whatever it is written there, is for us to obey it. കർത്താവ് സ്നേഹിക്കാൻ ഞാൻ യോഗ്യനായിരിക്കണം. Am I eligible to be loved? Am I worthy to be loved ഞാൻ by the ദൈവത്തോട് Lord? അടുത്തിരിക്കുന്നവനാകണം. Am I walking close with the Lord? വെറുതെ അല്ല അവൻ നമ്മളെ സ്നേഹിക്കേണ്ടത്, ആ സ്നേഹം കൈപ്പറ്റാനുള്ള എല്ലാ എലിജിബിലിറ്റിയും എന്നിലുണ്ടോ എന്ന് ഇന്ന് പരിശോധിച്ചിട്ട് വേണം ഇവിടെ നിന്ന് വീട്ടിലേക്ക് പോകാൻ. We need to leave this place after examining ourselves, that am I obeying the Lord in everything what Lord wants us to love. എല്ലാ കണ്ണുകളും ഒന്ന് ദൈവസന്നിധിയിൽ അടച്ച് Let's close our eyes before the Lord. കർത്താവ് മാർത്തയെയും മറിയയെയും ലാസറിനെയും സ്നേഹിച്ചു. The Lord loved Martha, Mary and Lazarus. എന്നെ കർത്താവ് സ്നേഹിക്കുന്നുണ്ടോ? The Lord loves me. ആ സ്നേഹത്തിന് ഞാൻ യോഗ്യനാണോ? Am I worthy to be loved by the Lord? ഞാൻ എനിക്കുള്ളത് കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നയാളാണോ? Am I glorifying the Lord with whatever I am given? ഞാൻ ഏറ്റവും തിരക്കുള്ളപ്പോൾ ദൈവത്തിന്റെ കാൽച്ചുവട്ടിൽ ഇരിക്കുന്നവനാണോ? Am I sitting at the feet of the Lord Jesus Christ when I am having a busy schedule? ഏറ്റവും ദുഃഖമുള്ളപ്പോൾ യേശുവിന്റെ കാൽച്ചുവട്ടിൽ ഇരിക്കുന്നവനാണോ? Am I a person who is sitting at the feet of Jesus when I am grief stricken? ഏറ്റവും സന്തോഷമുള്ളപ്പോൾ യേശുവിന്റെ കാൽച്ചുവട്ടിൽ ഇരിക്കുന്ന എത്ര പേര് ഇന്ന് പകൽ ഇവിടെ ഇരിപ്പുണ്ട്? How many of you are sitting at the feet of Jesus when you are in a joyous യേശുവിന്റെ വചനം situation? കേൾക്കാൻ താല്പര്യമുള്ള എത്ര പേര് ഇന്ന് പകൽ ഇവിടെ ഉണ്ട്? How many of you are eagerly looking forward to hear the word of God at any moment? നിന്റെ വാക്കിന് വലയിറക്കാമെന്ന് പറഞ്ഞ് വലയിറക്കിയ പത്രോസിന്റെ വലയ്ക്കകത്ത് മുഴുവൻ അവൻ മത്സ്യം കൊണ്ട് നിറച്ചെങ്കിൽ ഇത് പകൽ ദൈവസഭയോട് ആത്മാവിടപെടുകയാണ്. അവന്റെ വാക്ക് കേട്ട് വലയിറക്കിയാൽ അതിലൊരിക്കലും ഒരു മുടക്കം വരില്ല. ഇന്നലെ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ലഭിക്കാത്തത് അവന്റെ വാക്കിന് വലയിറക്കിയാൽ ലഭിക്കുമെന്ന്. If the Lord has filled the net of Peter because he obeyed the Lord's command, the same Lord can work miracles for you if you obey his commandments. നീയും കർത്താവ് കൂടി പ്രതികരിക്കണ്ട. നീയും കർത്താവ് കൂടി പ്രതികരിക്കണ്ട. If you, it is not your duty to reply to the people in for the Lord. നീ മൗനമായിരിക്കുക, അവൻ നിനക്ക് വേണ്ടി പ്രതികരിക്കും. You have to keep quiet and the Lord will work and Lord will speak to the people. നീ സൈലന്റ് ആയിരുന്ന ദൈവം നിനക്ക് വേണ്ടി വയലന്റ് ആകുമെന്ന് പണ്ടാരോ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. I heard somebody said like this, that if you keep silent the Lord will show his violence. നിനക്ക് ഇതിനെ കുറിച്ച് ആരെന്ത് പറഞ്ഞാലും നീ സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന നിനക്ക് വേണ്ടി പ്രതികരിക്കുന്ന ഒരു സ്വർഗ്ഗം ഇന്ന് രാത്രി
ഇവിടെ If somebody spoke to you bitter, don't worry, don't retard, don't react to them. The Lord will answer. ഈ സഭയോട് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. The Holy Spirit is working among you in this church. ഇന്നലകളിൽ അല്പം പുറകിലേക്ക് നിന്ന് പലരെയും കർത്താവ് മുൻപന്തിയിലേക്ക് കൊണ്ടുവരാൻ The പോകുകയാണ്. Lord is going to bring the people who were standing behind to the front line in the days. ഞാനും മാനിക്കപ്പെട്ടവനാ, ഞാനും മുൻപിൽ വന്നേ പറ്റുകയുള്ളൂ എന്ന് ചിന്തിച്ച് സമർപ്പിച്ച് അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കാൻ ചിലരെ സ്വർഗം തൊടുകയാണെന്ന് The Lord wants people to be honored by the Lord, and they have to submit themselves into the hands of the Lord to be led by the Lord. തിരക്ക് പറഞ്ഞ് രോഗം പറഞ്ഞ് ക്ഷീണം പറഞ്ഞ് സന്തോഷം പറഞ്ഞ് പല യോഗങ്ങളും മുടക്കിയ ചിലരെ പരിശുദ്ധാത്മാവ് സന്ദർശിക്കുകയാണ്. വരും ദിവസങ്ങളിൽ അവർ അവൈലബിൾ ആയിരിക്കും. അവരെ ഉറക്കം കളഞ്ഞ് അവരെ തിരക്ക് മാറ്റിവെച്ച് അവർ ആത്മീക യോഗങ്ങളിൽ പങ്കെടുത്ത് ദൈവസഭയിൽ ശക്തിയോടെ പ്രയോജനപ്പെടുമെന്ന് ആത്മാവ് ദൈവസഭയോട് ആലോചന പറയുന്നു. I give the counsel of the Holy Spirit to the church that the people who said in the past that I am busy, I cannot come, the Lord is going to bring you into this church and to the front to do the will of God. യോശുവ പറഞ്ഞു, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. Joshua said that I and my family we are going to serve the Lord. എല്ലാവരും പറഞ്ഞു, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. Let's say that I will serve the Lord with my family. കർത്താവ് ഞങ്ങളെ കുടുംബമായിട്ട് സ്നേഹിക്കും. The Lord loves me and my family. ഇന്നലെ സ്നേഹം കുറഞ്ഞെങ്കിൽ നീ പ്രാർത്ഥിച്ചേൽപ്പിച്ചു കൊടുക്കാൻ സ്നേഹം വർദ്ധിക്കാൻ പോകുകയാണ്. If your love receded in the past on your yesterdays, submit before the Lord and the Lord is going to fill you with the love. അനുസരണമില്ലാത്ത ചില തലമുറകളുടെ മേൽ ദൈവത്തിന്റെ കരം ചലിച്ചിട്ട് നാളെ മുതൽ അവർ നിന്നെ അനുസരിക്കാൻ തുടങ്ങും, നിന്നെ ബഹുമാനിക്കാൻ തുടങ്ങും. ദൈവത്തിന്റെ കൃപ ചില തലമുറകളുടെ മേൽ ഇന്ന് രാത്രി വ്യാപരിക്കുകയാണ്. If you start obeying the Lord, the generations or the children who are disobedient to the parents are going to be obedient, and they are going to be blessed along with you in the days ahead. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. Let's pray together. പരിശുദ്ധ പിതാവേ, Heavenly Father, Holy Lord, ദൈവത്തിന്റെ കരങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. we surrender ourselves into thy hands. കർത്താവ് മാർത്തയെയും മറിയയെയും ലാസറിനെയും സ്നേഹിച്ചു. Lord, you loved Martha, Mary and Lazarus. എന്റെ ഭവനത്തിലുള്ള എല്ലാവരെയും കർത്താവ് സ്നേഹിപ്പാൻ എന്നെ യോഗ്യനാക്കണമേ ദൈവമേ. Lord, make us worthy to be loved by you, all the members of my family. അങ്ങയുടെ കൃപ പ്രാപിക്കാൻ പ്രാപ്തരാക്കണമേ. Lord, help me to be worthy to have the grace and mercy of you, Lord. ഞങ്ങളെ അകമടിഞ്ഞ് സ്നേഹിച്ച കർത്താവിനെ അകമടിഞ്ഞ് സ്നേഹിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് Lord, teach each one of us to love each other, who has just like Lord who loved you loved us. അങ്ങയുടെ സ്നേഹത്തെയും കഷ്ടാനുഭവങ്ങളെയും ഓർക്കുന്ന ശുശ്രൂഷ ഞങ്ങളുടെ മുന്നിലുണ്ടല്ലോ. Lord, the holy table is before us to remember the sufferings of you and the death of Lord Jesus. ആ സ്നേഹത്തെ തിരിച്ചറിഞ്ഞ് ശുശ്രൂഷയിൽ പങ്കാളികളാകാൻ ഞങ്ങളെ സഹായിക്കണം. Help us to realize the eternal love shown upon us and to partake in this holy communion. കർത്താവേ, കൃപ കൂടെ ഇരിക്കണമേ. Lord, thy mercy and grace be with us, Lord. ദൈവസഭയെ ആശീർവദിക്കണമേ. Lord, bless this church. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ. Thank you for listening to our prayers. All glory to God. In Jesus' name we pray. എല്ലാ കരങ്ങളും ഉയർത്തി 3 പ്രാവശ്യം ശബ്ദം ഉയർത്തി കർത്താവിന്റെ മഹത്വം കൊടുക്കുക. Let every hands be raised and say hallelujah 3 times. Hallelujah. 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 ദൈവം നിങ്ങളേവരെയും ഈ വചനത്താൽ അനുഗ്രഹിക്കട്ടെ. എനിക്ക് കഴിഞ്ഞ ചില ദിവസങ്ങൾ ദൈവവചന ശുശ്രൂഷിപ്പാൻ അവസരം നൽകിയ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ മാത്യൂസ് ജോർജിനോടും കുടുംബത്തോടും അവരുടെ സ്നേഹത്തിനും സൽക്കാരങ്ങൾക്കെല്ലാം അവർക്ക് ദൈവം പ്രതിഫലം കൊടുക്കട്ടെ എന്ന വാക്കുകളോടെ എന്റെ വാക്കുകളെ പരിമിതപ്പെടുത്തുന്നു. ദൈവസഭയ്ക്ക് നന്ദി. കർത്താവ് നമ്മോട് കൂടെ ഇരിക്കട്ടെ. മാറാനാഥ. I thank the church for this opportunity and the pastor for allowing me to serve in this church for the last 3 days, and I wish you all the best. Maranatha. Hallelujah.